തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും ഈ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഞങ്ങളുടെ മക്കളുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന് കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും സാന്നിധ്യവും സഹായവും യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രത്യേകമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളെ വെഴുതിരിക്കാതിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഒക്കെ വിമോചനത്തിനു വേണ്ടി നമ്മുടെ ദിവസങ്ങളില് സഭയുടെ ഔദ്യോഗിക ബഹിഷ്കരണ പ്രാർത്ഥനയും ശക്തമായ അധികാരത്തില് പൗരോഹിത്യത്തിന്റെയും അപ്പന്റെയും അമ്മയുടെയും ദൈവമക്കളുടെയും അധികാരത്തില് യേശുവിന്റെ നാമത്തില് കുരിശു മനഃശക്തിയില് ഈ ആധിപത്യങ്ങളെ ബഹിഷ്കരിച്ച് വിമോചനം നമ്മൾ പ്രാപിക്കണം. ഇത് പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രതി ശ്രദ്ധിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളെ പലതിലേക്കും അടിമപ്പെടുത്തുന്നത് ചില പൈശാചിക സ്വാധീനങ്ങളാണ്. അവരെ നിയന്ത്രിക്കുന്നത് പൈശാചിക ശക്തികളാണ്. നമ്മളിങ്ങനെ പറയാറില്ലേ, എൻ്റെ അച്ഛ കലി കയറിയ പോലെ ചില സമയത്ത്. എന്താ കലി കയറാന്ന് പറഞ്ഞാൽ, കലി എന്ന് പറഞ്ഞ ഒരു ആത്മാവ് കയറാണ്. അത് കയറിക്കഴിഞ്ഞ ഒച്ചപ്പാട്, ബഹളം, തല്ലിപ്പൊളി, വലിച്ചേറ്, ആ സമയത്ത് ഒരു ഇടി എന്നൊക്കെ പറഞ്ഞ ഉടം കൊണ്ടിടിക്കണ പോലെ ആയിരിക്കും. പലരും പറഞ്ഞിട്ടുണ്ട് ഒരു ഭയങ്കര പവറാ. 3-4 പേര് പിടിച്ചാൽ പോലും ഈ എല്ലും കോലും പോലെ ഇരിക്കുന്ന കൊച്ചിനെ പിടിക്കാൻ പറ്റില്ല, നിയന്ത്രിക്കാൻ പറ്റില്ല. ആത്മാവ്, അത് ഓർക്കണം. ഈ ആത്മാവാണ്. ഇനി ഈ ആത്മാക്കൾ കടന്നു വരാൻ പല വഴികളുണ്ട്. പലതിലൂടെ ആഭിചാര്യം, അന്തർവാദം, കൂടോത്രം, ക്ഷുദ്രപ്രവൃത്തി, ഹലാല് ഭക്ഷണം, വശീകരണ യന്ത്രങ്ങള്, കാണുന്ന സിനിമകള്, കളിക്കുന്ന ഗെയിമുകള്, കിട്ടുന്ന അറിവുകള്, പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ റീലുകളിലൂടെ ഇൻസ്റ്റാഗ്രാമുകളിലൂടെ കിട്ടുന്ന ചില ബോധ്യങ്ങള്, കാഴ്ചകള്, ഇതെല്ലാം നമ്മുടെ മക്കളിൽ പിശാചിനെ കയറ്റും. ഈ അരൂപികളാണ് നമ്മുടെ മക്കളുടെ ചില തീരുമാനങ്ങൾക്ക്, സ്വഭാവങ്ങൾക്കൊക്കെ ശക്തി പകരുന്ന, ജീവൻ നൽകുന്നത്. ഈശോ പറഞ്ഞ ആ വചനം മറക്കരുത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണം. ഈശോ മർക്കോസ് 1:23 അശുദ്ധാത്മാവ് ബാധിച്ചവനെ ശാസിക്കുമ്പോ അവന്റെ ഉള്ളിൽ വസിക്കുന്ന അശുദ്ധാത്മാവിനെ ഈശോ ശാസിച്ച് നിശബ്ദനായിരിക്കും പുറത്തുപോയി. അപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ ഒരു പരിധി വിട്ട് ഒച്ചപ്പാടും ബഹളം വയ്ക്കരുത്. നമ്മള് അവരിലുള്ള പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട്
വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കള് പ്രാർത്ഥിക്കും, ഒച്ച കൂടുന്നു, ഉപദേശിച്ചോ, പറഞ്ഞു കൊടുത്തോ. പക്ഷെ ഒത്തിരി പറഞ്ഞാൽ ഇവരെ ഉള്ളിൽ വസിക്കുന്ന പിശാച് പ്രതികരിക്കും, ഒച്ചപ്പാട് വയ്ക്കും, തെറി വിളിക്കും, ബഹളം വയ്ക്കും, ഒത്തിരി പ്രശ്നം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ദിവസങ്ങളില് ഈ വിമോചന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ യുദ്ധം മക്കൾക്കെതിരല്ല, അപ്പനെതിരല്ല, ഭർത്താവിനെതിരല്ല, ഭാര്യക്കെതിരല്ല, അമ്മായിയമ്മക്കെതിരല്ല, മരുമക്കൾക്കെതിരല്ല, നമ്മുടെ മക്കളെ ഇതിലേക്കൊക്കെ നയിക്കുന്ന പിശാചിനെതിരെയാണ്. അപ്പൊ നമ്മള് അത് മറക്കരുതെന്ന് അച്ഛൻ പറയണം. ആത്മാർത്ഥമായിട്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച്, അച്ഛൻ പറഞ്ഞ പോലെ ക്ഷമിച്ച്, സ്നേഹിച്ച്, സഹിച്ച്, ചേർത്ത് പിടിച്ച് ഈ മക്കളിലുള്ള ഈ ആത്മാക്കളെ ബഹിഷ്കരിക്കാൻ നമ്മൾ വിജയിച്ചാൽ നമ്മുടെ മക്കൾ മാറും. ഈ ആത്മീയ ശുശ്രൂഷ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ചെയ്യണേ, ഫലം ഉണ്ടാവും. നമ്മൾ ഇന്ന് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മേഖല ഈ ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ ആയിട്ട് അനേകം മാതാപിതാക്കൾ പറഞ്ഞൊരു കേസാണ്. തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിപ്പോയ മക്കൾ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സഭയ്ക്ക്, വിശ്വാസത്തിന്, വചനത്തിന്, ഉദാശയ്ക്ക് നിരക്കാത്ത തെറ്റായ സ്നേഹബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ മക്കൾ. നമുക്കറിയാം ഇതൊരു ഭയങ്കര പിശാച. കാരണം നമ്മുടെ മക്കള്, ഉദാശ സ്വീകരിച്ച മക്കള്, ദൈവാലയം ആയിരിക്കുന്ന ശരീരങ്ങള് ഉദാശയിലൂടെ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ മാമോദിസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിൽ ഉടമ്പടി ചെയ്ത് വിവാഹത്തിലൂടെ കൃപ പ്രാപിച്ച് ദൈവമക്കളെ പോലെ സന്തോഷത്തില്, സമാധാനത്തില്, സ്നേഹത്തില്, വിശുദ്ധിയില്, ഐക്യത്തില് ജീവിക്കാനുള്ള ഭാഗ്യം ക്രൈസ്തവ വിവാഹം. അതിന് ചൈതന്യത്തോടു കൂടി സ്വീകരിക്കണം കേട്ടോ. അല്ലാണ്ട് ചൈതന്യം ഇല്ലാണ്ട് വിവാഹം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ചില മക്കൾ പറയും, അവര് ക്രിസ്ത്യാനികളായിരുന്നല്ലോ, അവര് കല്യാണം പള്ളി വെച്ച് കെട്ടിയല്ലോ, എന്നിട്ടത് നേടിയേ. ഇവിടെ തർക്കിക്കും ഈ പിള്ളേര്. എന്റെ മക്കളെ ചൈതന്യത്തോടു കൂടി കർത്താവിനെ സ്വീകരിച്ച്, കൃപ സ്വീകരിച്ച് ഈ ജീവിതം ജീവിച്ചാൽ അവിടെ കർത്താവിന് സാന്നിധ്യം ഉണ്ടാവും. ദൈവം യോജിപ്പിക്കും. ദൈവബന്ധത്തില്, ഉദാശയില്, പ്രാർത്ഥനയില് ജീവിച്ചാൽ കുടുംബജീവിതം നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളെ പോലെ ചൈതന്യത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കാൻ പറ്റുന്ന വേറെ ഒരു വിവാഹ ജീവിതമില്ല. കാരണം നമുക്ക് കൃപ കിട്ടുക. പക്ഷെ അത് സ്വീകരിക്കേണ്ട പോലെ സ്വീകരിക്കാം. എന്നാൽ ഇതിൽ നിന്ന് അകറ്റി നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ന് കൂട്ടുകാര്, സിനിമകള്, ഇൻസ്റ്റാഗ്രാമ്, റീലുകള്, അതിലൂടെയൊക്കെ ഇത് കുഴപ്പമില്ല, ഇത് ശരിയാണ്, എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ ഈ പൈശാചിക പ്രലോഭനങ്ങള്, ശക്തികള് നമ്മുടെ മക്കളിൽ കയറി പറ്റുമ്പോ നമ്മുടെ മക്കള് ഈ തെറ്റായ സ്നേഹബന്ധത്തിലേക്ക് വീണുപോകും. ഇതൊരു അരൂപിയാണ്. ഇനി ഹലാലും അതോടൊപ്പം തന്നെ ലൗകികതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ ദിവസം വെച്ച പറയും. പ്രിയപ്പെട്ട മക്കളെ, ഇതിലൂടെയൊക്കെ ഒരു ആത്മാവിനെ കയറ്റിവിടുക പിശാചിനെ. ഞാൻ ഈ ലൗകികതയോട് ബന്ധപ്പെട്ട് പോയ അനേകം മക്കളെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്നപ്പോ പറയും, മക്കളെ ഇതുപോലെ പെട്ടുപോയി നശിപ്പിച്ച് തകർത്ത് കളഞ്ഞ അനേകം മക്കളുടെ അനുഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും സത്യമായ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും ഈ മക്കൾക്ക്. പച്ചയ്ക്ക് പറഞ്ഞു കൊടുക്കും. കാരണം നമ്മുടെ മക്കളോട് അപകടങ്ങളും അവസ്ഥകളും പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ ഈ മക്കളൊക്കെ പറയാണ്, അച്ഛാ എല്ലാവരും അങ്ങനെയൊന്നുമല്ല. പലരുടെ അനുഭവങ്ങൾ പറയുമ്പോഴേ എല്ലാവരും ഒരുപോലെയല്ല അച്ഛാ. ഞാൻ സ്നേഹിക്കുന്ന ചേട്ടൻ അവൻ അങ്ങനെയൊന്നുമില്ല, അവൻ അങ്ങനെ പക്ക മതവിശ്വാസമൊന്നുമില്ല, ഭയങ്കര സ്നേഹമാണ്, അച്ഛൻ അറിയാൻ പാടില്ല എന്നിട്ടാ എല്ലാ മക്കളും പറയും. ഇതാണ് ഇവരിൽ കയറിപ്പറ്റിയിരിക്കുന്ന പിശാച്. അതിനെ ഡിഫെൻഡ് ചെയ്യോ? എന്നാൽ സത്യം ഈ പിശാച് നയിച്ചാൽ ഇത് നാശത്തിലേക്കേ നയിക്കത്തുള്ളൂ. പക്ഷെ ഈ പിശാച് കയറി കണ്ണുകെട്ടി അതിനെ ന്യായീകരിച്ച് അതിന്റെ പൈശാചികതയോ വരും വരായികകളോ അവസ്ഥകളോ ആരെ വിടുന്നേ? കർത്താവിനെ വിടുന്നു, കുടുംബത്തെ വിടുന്നു, വചനം വിടുന്നു, കൂദാശ വിടുന്നു, സഭയെ വിടുന്നു, ആത്മരക്ഷയെ നശിപ്പിക്കുന്നു, സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്നു. ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഈ പിശാച് കേറി ഇവനെന്ന വ്യക്തി അവൻ ആരാ, എന്താ, എവിടുന്ന ഒരറിവില്ല. കഴിഞ്ഞ ദിവസം ഇത് ഒത്തിരി അനുഭവം. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സ്റ്റേഷനില് 18 വയസ്സ് കഴിഞ്ഞുള്ള കൊച്ച് ഒരുത്തനോട് ഇറങ്ങിപ്പോയേക്കാം. അപ്പനും അമ്മയും അനിയൻ കൊച്ചും ഈ ചേച്ചിയെ ഈ മോളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്ക. മോളെ നീ വാ. ഇവള് അവന്റെ കൈ വിടാതെ
അവന്റെ കൂടെ പോവും. വാശി പിടിച്ച് നിർബന്ധം പിടിച്ച് 18 വയസ്സ് കഴിഞ്ഞില്ലേ, പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? നിയമത്തിന് പിൻബലമുണ്ട്. അവൾക്ക് എനിക്ക് ഏറ്റവും വേദന തോന്നിയത് ആ വീഡിയോയില് അപ്പൻ കാല് പിടിച്ച് പറയാം, മോനെ എന്റെ പൊന്നുമോളെ, നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി, അറബി നാട്ടിൽ പോയി കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചു, പഠനം പൂർത്തിയായില്ലോടി മോളെ, നീ വാ, കെട്ടിച്ചേരാം, പ്രായമാവട്ടെ, പഠനം കഴിയട്ടെ. അമ്മ കരയുണ്ട്. അതിനിടയില് അനിയും കൊച്ചിന്റെ ഒരു കരച്ചിലുണ്ട്, വാ ചേച്ചി, വാ ചേച്ചി, കരയുക. ഇവൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കണ്ടോ, അപ്പനെ തള്ളിപ്പറയാൻ, അമ്മേനെ തള്ളിപ്പറയാൻ, സ്വന്തം പിഞ്ച് അനിയനെ തള്ളിപ്പറയാൻ സാധിക്കും വിധം ഈ കൊച്ചിനെ ഇന്നലെ കണ്ട ഒരു പുതു പിശാച് ബാധിച്ചവന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോ ഇവിടെ നയിക്കുന്ന പിശാചാണത്. കയറി വരുന്ന മേഖലകളൊക്കെ പിന്നീട് ഓരോന്നോരോന്നായിട്ട് പറയാം മക്കളെ, അനുഭവത്തിൽ അച്ഛൻ പറയാം. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ മക്കളിൽ കയറി പറ്റിയിരിക്കുന്ന ഈ തെറ്റായ സ്നേഹബന്ധത്തിന് അടിമപ്പെടുത്തി നമ്മുടെ മക്കളെ നശിപ്പിച്ചിരിക്കുന്ന, നയിക്കുന്ന, നിയന്ത്രിക്കുന്ന അപ്പനെയും അമ്മയെയും കുടുംബത്തെയും പാരമ്പര്യത്തെയും സഭയെയും ഉദാശയെയും ദൈവത്തെയും ഒക്കെ പിടിവിട്ട് ഇറങ്ങിപ്പോകാൻ പ്രേരിപ്പിക്കുന്ന ആ മുതുപിശാചിനെ യേശുവിന്റെ നാമത്തിൽ നിരന്തരമായി ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കി നമ്മുടെ മക്കളെ വിടുവിച്ചെടുക്കും. ഇത് എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷെ അപ്പനും അമ്മയും നമ്മുടെ പൗരോഹിത്യ അധികാരത്തില്, യേശുവിന്റെ നാമത്തില്, കുരിശുമരണ ശക്തിയില്, സാത്താൻ ആധിപത്യങ്ങൾ തകർത്തെറിഞ്ഞ കുരിശുമരണ ശക്തിയാലും പിശാചികളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യോസേപ്പ് പിതാവിനാലും നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലിനാലും വിശുദ്ധ മിഖായിൽ മാലാഖയുടെ ശക്തമായ ഇടപെടലും ഒക്കെ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ മക്കളിലുള്ള തെറ്റായ സ്നേഹ ബന്ധത്തിലേക്ക് നയിക്കുന്ന ദുരാത്മ, ദുർബോധ, പൈശാചിക, വ്യഭിചാര ശക്തികളെ, ഇസ്ലാമിക ജിന്നിന്റെയും വശീകരണ യന്ത്രങ്ങളുടെയും ശക്തികളെ ഭക്ഷണത്തിലൂടെയും മറ്റു ആഭിചാര ക്ഷുദ്ര വസ്തുക്കളിലൂടെയും മക്കളിലേക്ക് കയറ്റിവിട്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ നാമത്തിൽ ബന്ധിക്കണം, ബഹിഷ്കരിക്കണം, നിർവീര്യമാക്കണം. ഇത് നമ്മൾ പല മേഖലകളിൽ കയറി വന്ന പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും തുടരും. ഇന്ന് നമ്മൾ നമ്മുടെ മക്കളിലെ വസിക്കുന്ന ആത്മാക്കളെ, അവരെ നിയന്ത്രിക്കുന്ന പൈശാചിക ശക്തികളെ, പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം ഓർക്കണം, നാശത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് പിശാചാണ്. അത് ഓർത്തോണം. കൊല്ലാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ചെയ്യുന്നത് പിശാചാണ്, പരിശുദ്ധാത്മാവല്ല. അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു തെറ്റിലാണോ, അപ്പൊ ഓർത്തോണം, ഈ കൊച്ചിനെ നിയന്ത്രിക്കുന്നത് പിശാചാണ് എന്നോർത്തോണം. അതിന് ഇന്ന് എല്ലാ മാധ്യമങ്ങളും എല്ലാ വഴികളും കൂട്ടുകെട്ടും പ്രലോഭനങ്ങളും ഒക്കെ അതിശക്തമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യണത്, ദൈവമക്കൾ ചെയ്യണത്, നമ്മുടെ ആയുധങ്ങൾ എടുക്കണം, നമ്മുടെ ശക്തമായ സാന്നിധ്യം വിളിച്ചിറക്കണം. നമ്മുടെ നാമത്തിന്റെ അധികാരവും ശക്തിയും യേശു നാമത്തിന്റെ നമ്മുടെ മേൽ വസിക്കപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിന്റെ പതിക്കപ്പെട്ട മുദ്രിതമാക്കപ്പെട്ട യേശുനാമത്തിന്റെ ശക്തി ഈ പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ മക്കളെ വിടുവിക്കണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇത് നിസാരമല്ല മക്കളെ. അതുകൊണ്ട് അച്ഛൻ പറയാണ്, നമ്മൾ ഇത്രയും പേര് പോരാ, അനേക ആയിരങ്ങൾ ഒരുമിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷ, ഈ ചാനല് എവിടെയൊക്കെ പങ്കുവയ്ക്കാമോ, ഇതുപോലെ വേദനിക്കുന്ന അനേക മാതാപിതാക്കള്, അനേക കുടുംബങ്ങള്, ചില മക്കൾക്ക് രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ട്. ഒത്തിരി ചെറുപ്പക്കാര് മക്കൾ അച്ഛയ്ക്ക് പറ്റണില്ല. ഞാൻ ആ മക്കളിൽ നിന്ന് വിടുവിച്ച് ബഹിഷ്കരിച്ച് ആത്മാക്കളെ പുറത്താക്കിയപ്പോ ആ മക്കൾ മാറി വന്ന അനുഭവങ്ങള് ഇഷ്ടം പോലെ അച്ഛനുണ്ട് നമ്മുടെ ധ്യാനങ്ങളിലൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മളിത് നിരന്തരമായിട്ട് ചെയ്യണം. അതുകൊണ്ട് അച്ഛൻ പറയാണ്, ഈ ശുശ്രൂഷ, ഈ ചാനല് അനേക ആയിരങ്ങൾക്ക് നിങ്ങൾ എത്തിക്കണം. നമ്മളിനി മക്കൾക്ക് വേണ്ടി ഈ മേഖലയില് ബഹിഷ്കരണ വിമോചന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് വിടുവിച്ചെടുക്കുന്ന വലിയ ശുശ്രൂഷ. ചില മേഖലകൾ അച്ഛൻ പറഞ്ഞു തരും, കടന്നു വരുന്ന വഴികള്, അതിനെ നമ്മൾ ബന്ധിച്ച് അടയ്ക്കണം. നമ്മുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കണം. സ്വർഗീയ സംരക്ഷണത്തില് സക്കറിയ 2:4-5 കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ചുറ്റും അഗ്നി കൊണ്ട് വേലി കെട്ടും, ഞാൻ നിങ്ങളുടെ മധ്യേ നിങ്ങളുടെ മഹത്വമായിരിക്കും. കർത്താവിന്റെ സാന്നിധ്യം വിളിച്ചിറക്കണം. കർത്താവിന്റെ വേലിക്കെട്ട് ഉറപ്പിക്കണം നമ്മുടെ മക്കൾക്ക് ചുറ്റും. അങ്ങനെ നമ്മുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കാനും മക്കളിൽ കയറി പറ്റിയിരിക്കുന്ന പിശാചുക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ, ഇടവക, കുടുംബം, അപ്പൻ, അമ്മ, നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ അതിനാൽ തന്നെ പരാജയപ്പെട്ടു പോകും. നമ്മൾ തോൽക്കരുത്. നമ്മൾ കുരിശിൽ വിജയിച്ചവന്റെ, കുരിശിൽ പാപത്തെ പിശാചിനെ തകർത്തവന്റെ മക്കളാണ്. അത്
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധനയില് ഈ പ്രേമക്കുരുക്കിലും പ്രേമത്തിന്റെ പൈശാചികത്തിൽ പെട്ടുപോയ മക്കൾക്ക് വേണ്ടി ഈ വിമോചന പ്രാർത്ഥന ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും നൽകുവാൻ വേണ്ടിയാണല്ലോ ഈശോയെ അങ്ങ് ഭൂമിയിലേക്ക് വന്നത്. അതിനുവേണ്ടി അങ്ങ് പാപത്തെ ഏറ്റെടുത്തു, ശാപത്തെ നീക്കി, മരണത്തെ പരാജയപ്പെടുത്തി, സാത്താന്റെ ആധിപത്യങ്ങളെ അവസാനിപ്പിച്ചു. കർത്താവെ, നശിപ്പിക്കാനും കൊല്ലാനും ഇല്ലാതാക്കാനും വേണ്ടി, അങ്ങയുടെ മക്കളെ നശിപ്പിച്ച് ഇല്ലാണ്ടാക്കാൻ വേണ്ടി അനേക മക്കളിലേക്ക് പൈശാചിക ശക്തികൾ കടന്നു വന്ന് അങ്ങയെ തന്നെ ഉപേക്ഷിച്ച്, വചനം ലംഘിച്ച്, കുടുംബത്തെ വിട്ടുപേക്ഷിച്ച് സ്വയം നശിക്കാൻ വേണ്ടി പിശാച് അനേക മക്കളിൽ ആവസിച്ചിരിക്കുന്നു. അതില് വലിയൊരു മേഖലയാണ് കർത്താവെ തെറ്റായ സ്നേഹബന്ധങ്ങള്. ഉദാശ വിട്ട്, കുടുംബം വിട്ട്, വചനം വിട്ട്, ചൈതന്യം വിട്ട്, എല്ലാവരെയും മറന്ന് സ്വന്തം ആത്മരക്ഷയെ പോലും ചിന്തിക്കാതെ നശിപ്പിച്ചു കളയുന്ന വിധത്തില് അനേക മക്കളെ പിശാച് ഇന്ന് പ്രേമക്കുരുക്കില് തെറ്റായ സ്നേഹബന്ധങ്ങൾ കുടുക്കി നശിപ്പിച്ചിട്ടിരിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ഇന്ന് ഈ ആരാധനയില് സഭയുടെ നാമത്തില്, പൗരോഹിത്യ അധികാരത്തില്, അപ്പന്റെയും അമ്മയുടെയും അധികാരത്തില്, ദൈവമക്കളുടെ അധികാരത്തിൽ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വലിയ വിമോചനം നൽകി, വിടുതൽ നൽകി ഞങ്ങളുടെ മക്കളെ ഇതിൽ നിന്ന് മോചിപ്പിക്കണം. സാത്താനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ മക്കളെ, പ്രത്യേകിച്ച് തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിമോചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരും നെറ്റിയില് വിശുദ്ധ കുരിശിനാൽ മുദ്രവയ്ക്കാം. നമുക്ക് ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലതുകരം കർത്താവിങ്കിലേക്ക് ഉയർത്തി നമ്മുടെ ജ്ഞാനസ്നാന വ്രതങ്ങൾ നവീകരിച്ചുകൊണ്ട് ശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥതയില് ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ
കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും, പ്രത്യേകിച്ച് തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി പ്രേമക്കുരുക്കിൽ കുടുക്കി ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും ആപത്തുകളും പീഡകളും വശീകരണ ശക്തികളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, ഹലാലിന്റെ ശക്തികളെ, വശീകരണ ശക്തികളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവയൊന്നും ഞങ്ങളുടെ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന തെറ്റായ സ്നേഹബന്ധത്തിലേക്ക് കെട്ടിപ്പുട്ടി ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവർത്തികൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി ഇവരെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനിമേൽ ഞങ്ങളുടെ മക്കൾ കർത്താവേ അങ്ങയുടെ സ്വന്തമായിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ മക്കളിൽ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഇവരെ നിറയ്ക്കട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങനെ ഇവർ ഞങ്ങളുടെ മക്കൾ എല്ലാ തിന്മയുടെ ബന്ധനത്തിൽ നിന്നും മോചിതരായി അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ പരിപൂർണമായിട്ട് വിടുവിക്കണമേ. പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ നിർവീര്യമാക്കപ്പെടട്ടെ. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളുടെ മക്കൾ നിറയട്ടെ. ഇപ്പോൾ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ. നമ്മുടെ കരങ്ങൾ നീട്ടി കർത്താവിന്റെ ശക്തി നമ്മിലൂടെ നമ്മുടെ മക്കളിലേക്ക് പ്രവഹിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി എല്ലാ മക്കളും ഈശോയെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു. അങ്ങയുടെ ശക്തി പ്രവഹിക്കട്ടെ ഞങ്ങളിലൂടെ. ഞങ്ങളുടെ മക്കളിലേക്ക് പൈശാചിക ശക്തികൾ നിർവീര്യമാക്കത്തക്ക വിധം യേശുവേ അങ്ങയുടെ ശക്തി, പരിശുദ്ധാത്മാവേ അങ്ങയുടെ ശക്തി, സ്വർഗമേ സ്വർഗവാസികളെ നിങ്ങളുടെ മാധ്യസ്ഥ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ, സ്വതന്ത്രരാകട്ടെ. പരിശുദ്ധാത്മാവിനാൽ മാത്രം നിയന്ത്രിക്കപ്പെടട്ടെ. മറ്റൊരാത്മാവും ഞങ്ങളുടെ മക്കളെ നിയന്ത്രിക്കാതിരിക്കട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചേ. നമ്മുടെ മക്കളുടെ എല്ലാ അവസ്ഥകൾക്കും വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ കർത്താവിന്റെ വലിയ ഇടപെടലിന് വേണ്ടി, ഈ വലിയൊരു മേഖല, വലിയ മേഖലയാണ് മക്കളെ, ഈ വിടുതൽ, ഈ വിമോചനം, അതിനു വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരു നിമിഷം
നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മക്കളെ പോലെ അനേകായിരം മക്കള് ഈ കെണിയിൽ പെട്ട് കിടക്കുന്നുണ്ട്. അവരുടെയൊക്കെ വിമോചനത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയിൽ നിന്ന് വലിയ ശക്തി നമ്മുടെ മക്കളിലേക്ക് പ്രവഹിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് കർത്താവിന്റെ ശക്തി മക്കളിലേക്ക് പ്രവഹിക്കുന്നത് കണ്ട് ആശീർവാദം സ്വീകരിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മക്കളെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്നലെ അനേക മക്കള് കർമ്മൽ ധ്യാനകേന്ദ്രത്തിൽ വന്നു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന്റെ വിടുതലും സ്വാതന്ത്ര്യവും ഒക്കെ നമ്മുടെ ശുശ്രൂഷയിലും നിറയപ്പെടും എന്ന് ഉറപ്പാണ്. എല്ലാവരും മടുപ്പ് കൂടാതെ, നിരുത്സാഹപ്പെടാതെ ഈ വിമോചന പ്രാർത്ഥനയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, നിരന്തരം പ്രാർത്ഥിച്ചോ. കർത്താവ് ഇടപെടും മക്കളെ. പരിശുദ്ധാത്മാവ് നയിക്കും നമ്മുടെ മക്കളെ. നമ്മൾ ഒറ്റ മക്കൾ നശിച്ചു പോകാൻ ദൈവം ഇടയാക്കില്ല. നമ്മൾ ഇതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിച്ച അതോടൊരിക്കൽ കൂടെ അച്ഛൻ പറയാണ്, നമ്മുടെ ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക്, ലക്ഷങ്ങളിലേക്ക് എത്തിക്കണം കേട്ടോ. അനേക മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.